നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചതയം നാളിന് 6 വ്യാഴത്തിന്റെ വരവ് അത്ര നല്ലതല്ല. എന്നാൽ അത് കർക്കിടകം എന്ന ഉച്ചരാശി ആയതുകൊണ്ട് വലിയ ദോഷവുമില്ല. പല കാര്യങ്ങളിലും ഗുണങ്ങളുണ്ടാകും. ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കണം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലി ലഭിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകും. വിവിധ രംഗങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അഭിവൃദ്ധിയും പുരോഗതിയും നേട്ടവും ഒക്കെ കിട്ടും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല പുരോഗതിയിലേക്ക് കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട്. കർഷകർക്ക് വളരെ പ്രയോജനമുണ്ടാകും. കായിക താരങ്ങൾക്കും ഗുണം ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപൂർവ അവസരങ്ങളും ഉയർച്ചയും വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല സന്ദർഭം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വലിയ സാമ്പത്തിക പുരോഗതി, സാമ്പത്തിക ലാഭം, ധനസമൃദ്ധി ഇതൊക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ് ശൃംഖലയെ വിപുലീകരിക്കേണ്ടതുമാണ്. ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ജീവിതത്തിലെ നിർണായകമായ മാറ്റങ്ങൾ വരികയാണ്. അപ്പം അതിനുവേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്യുക.